ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിൽ റിപ്പീറ്റേഷൻ പോലെ തോന്നുന്നുണ്ടെങ്കിൽ PSC വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന പല ക്വസ്റ്റ്യൻ പേപ്പറുകളും റിപ്പീറ്റായിട്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തി പോകുന്നത്. ചോദ്യങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കും, ഉത്തരം സെയിം ആണെങ്കിൽ കൂടി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് താപം, ഊഷ്മാവ്, വൈദ്യുതി എന്നീ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് സെക്ഷനിലേക്ക് കിടക്കാം. താപോർജം അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ജൂൾ. താപോർജം അളക്കുന്ന യൂണിറ്റ് ജൂൾ. താപനിലയുടെ SI യൂണിറ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത്? കെൽവിൻ. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ. അബ്സല്യൂട്ട് സീറോ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആബ്സല്യൂട്ട് സീറോ എന്ന പദം താപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് എന്തുമൂലം? വികിരണനം മൂലമാണ്. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്ന ഒരാൾക്ക് താപം ലഭിക്കുന്നത് വികിരണനം മൂലം. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ഡാഷാണ് ക്രയോജനിക്. അതായത് താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ്. താപം അളക്കുന്ന യൂണിറ്റ് കലോറി. താപം അളക്കുന്ന യൂണിറ്റ് കലോറി. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ. താപനില അളക്കുന്ന ഏകകം സെൽഷ്യസ്. താപനില അളക്കുന്ന ഏകകം സെൽഷ്യസ്. കേവല പൂജ്യം എന്ന് അറിയപ്പെടുന്ന ഊഷ്മാവ് -273 ഡിഗ്രി സെൽഷ്യസ്. കേവല പൂജ്യം എന്നറിയപ്പെടുന്ന ഊഷ്മാവ് -273 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിൽ താഴെ താപനില 100 ഡിഗ്രി സെൽഷ്യസ് താപനില എത്ര ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ്? 100 ഡിഗ്രി സെൽഷ്യസ് താപനില എത്ര ഡിഗ്രി ഫാരൻഹീറ്റ്സിന് തുല്യമാണ്? 212. ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ 35 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില എത്ര? 95 ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ 35 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില 95 ഡിഗ്രി ഫാരൻഹീറ്റ്. വൈദ്യുതിയെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം വെള്ളി, മീൻസ് സിൽവർ ആണ്. എന്നാൽ താപത്തെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം ഏത്? വെള്ളി തന്നെയാണ്. വൈദ്യുതിയെ കടത്തിവിടുന്നത് വെള്ളിയാണ്. അതുപോലെ തന്നെ ചോദ്യം വ്യത്യസ്തം വരുന്നു. താപത്തെ കടത്തി വിടുന്നു. താപം മീൻസ് വൈദ്യുതി തന്നെയാണ്. അപ്പം താപത്തെ കടത്തി വിടുന്ന ലോഹം വെള്ളി അഥവാ സിൽവർ ആണ്. ഏറ്റവും നല്ല വേഗത്തിൽ വൈദ്യുതി കടന്നു പോകുന്നത് വെള്ളിയിൽ കൂടെയാണ്. സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് എത്തുന്നത് താഴെ പറയുന്നത് ഏതു മാർഗം മുഖേനയാണ്? വികിരണനം. സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണനം മൂലമാണ്. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. കൂട്ടത്തിൽ താപചാലകത കൂടിയത്. അതായത് താപചാലകത കൂടിയത്. താപം ചാലകത കൂടിയത് വെള്ളിക്കാണ് ഏറ്റവും കൂടുതൽ താപചാലകത ഉള്ളത്. ചൂട് തട്ടുമ്പോൾ പദാർത്ഥത്തിലെ ഒരു തന്മാത്രയിൽ നിന്ന് അടുത്ത തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി. ചൂട് തട്ടുമ്പോൾ പദാർത്ഥത്തിലെ ഒരു തന്മാത്രയിൽ നിന്ന് അടുത്ത തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി ചാലനം. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് ഏതു പ്രക്രിയ വഴിയാണ്? ചാലനം. ഖരപദാർത്ഥങ്ങളിലൂടെ താപം
പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് ചാലനം മൂലമാണ്. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്ന ഒരാൾക്ക് ചൂട് അനുഭവപ്പെടുന്നതിന് കാരണം വികിരണനം. നമ്മൾ മുമ്പേ ഈ ക്വസ്റ്റ്യൻ കണ്ടു. സെക്യൂരിറ്റി ഗാർഡ് ഹെൽത്ത് സർവീസ് 2015 ചോദ്യപേപ്പറിൽ നിന്നുള്ള ഒരു ചോദ്യമാണിത്. താപനില അളക്കുന്ന വിവിധ സന്ദർഭങ്ങളാണ് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും. എന്നാൽ ഇവ രണ്ടും തുല്യമായി വരുന്ന താപനില ഏത്? താപനില അളക്കുന്ന വിവിധ സന്ദർഭങ്ങളാണ് താപനില അളക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലും ഡിഗ്രി ഫാരൻഹീറ്റിലുമാണ് താപനില അളക്കുന്നത്. എന്നാൽ ഇവ രണ്ടും തുല്യമായി വരുന്ന താപനില ഏത്? -40. -40ലാണ് രണ്ടും തുല്യമായിട്ട് വരുന്നത്. താപോർജ്ജത്തെ നന്നായി ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പ്. താപോർജ്ജത്തെ നന്നായി ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പ്. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ? എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ? -273 ഡിഗ്രി സെൽഷ്യസ്. -273 ഡിഗ്രി സെൽഷ്യസ്. ഒരു പദാർത്ഥത്തിൻ്റെ താപനില എന്നത് തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിൻ്റെ അളവാണ്? ഗതികോർജം. ഒരു പദാർത്ഥത്തിൻ്റെ താപനില എന്നത് തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിൻ്റെ അളവാണ്? ഗതികോർജം. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം ഏത്? ജലം. വിശിഷ്ട താപധാരിത കൂടിയ പദാർത്ഥം ജലം. വിമാനങ്ങളുടെ ടയറിൽ നിറയ്ക്കുന്ന വാതകം ഏത്? നൈട്രജൻ. നൈട്രജനാണ് വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നത്. സെന്റിഗ്രേഡ് ഫാരൻഹീറ്റിലും ഒരേപോലെ ആകുന്ന താപനില. സെന്റിഗ്രേഡിലും ഫാരൻഹീറ്റിലും ഒരുപോലെ ആകുന്ന താപനില -40 ഡിഗ്രി. -40 ഡിഗ്രി. ക്വാണ്ടം ബലതന്ത്രം ആര് ആവിഷ്കരിച്ചതാണ്? ക്വാണ്ടം ബലതന്ത്രം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക്. 300 കെൽവിൻ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോഗ്രാം ജലത്തിനും 1 കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകി. ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും? 300 കെൽവിൻ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോ ജലത്തിനും 1 കിലോ വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപം നൽകി എങ്കിൽ പുതിയ താപനില എന്തായിരിക്കും? ജലത്തിൻ്റെ താപനില 301 കെൽവിനും വെളിച്ചെണ്ണയുടേത് 302 കെൽവിനും. സൂര്യാസ്തമയത്തിനു ശേഷം അന്തരീക്ഷത്തിൽ ചൂട് നിൽക്കുന്നതിന് കാരണം ഭൗമ വികിരണനം. സൂര്യാസ്തമയത്തിനു ശേഷവും അന്തരീക്ഷത്തിൽ ചെറിയൊരു ചൂട് നിൽക്കുന്നത് ഭൗമ വികിരണനം മൂലമാണ്. ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള നക്ഷത്രങ്ങൾ ഏത് നിറങ്ങളിൽ കാണപ്പെടുന്നു? നീല. ഉയർന്ന താപനില കൂടിയ ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള നക്ഷത്രങ്ങൾ നീല നിറത്തിൽ കാണപ്പെടുന്നു. താപത്തിൻ്റെ യൂണിറ്റ് ജൂൾ. ഇത് നോക്കിയായിരുന്നു. താപത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്. LDC ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് 2017 ചോദ്യപേപ്പറിൽ നിന്നുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. താപനില അത് പിന്നെയുണ്ട്. താപനിലയുടെ SI യൂണിറ്റ് ജൂളാണ്. അത് LDC ബൈ ട്രാൻസ്ഫർ 2017 ചോദ്യപേപ്പറിൽ ഉള്ള റിപ്പീറ്റഡ് ചോദ്യമാണത്. പവറിൻ്റെ യൂണിറ്റ് വാട്ട് എങ്കിൽ പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം ആണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ട്, പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം. മിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. മിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. മിന്നൽ രക്ഷാചാലകം
ചാലകം കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഒരു ബാറ്ററിയുടെ വിദ്യുച്ഛാലക ബന്ധം അളക്കുന്നത് ഏത് ഉപകരണം ഉപയോഗിച്ചാണ്? വോൾട്ട് മീറ്റർ. ഒരു ബാറ്ററിയുടെ വിദ്യുച്ഛാലക ബന്ധം അളക്കുന്നത് ഏത് ഉപകരണം വഴിയാണ്? വോൾട്ട് മീറ്റർ. ഒരു ഡ്രൈ സെല്ലിൻ്റെ വോൾട്ടേജ് എന്ത്? 1.5. 1.5. ഒരു ഡ്രൈ സെല്ലിൻ്റെ വോൾട്ടേജ് 1.5. ഡ്രൈ സെല്ലിൽ ശേഖരിച്ചിരിക്കുന്ന ഊർജം കെമിക്കൽ. ഡ്രൈ സെല്ലിൽ ശേഖരിച്ചിരിക്കുന്ന ഊർജം കെമിക്കൽ. വൈദ്യുതി മോട്ടറിൽ നടക്കുന്ന ഊർജമാറ്റം. ഒരു വൈദ്യുത മോട്ടറിൽ നടക്കുന്ന ഊർജമാറ്റം വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. വൈദ്യുതിയോർജം യാന്ത്രികോർജമായി മാറുന്നു. മോട്ടറിലേക്ക് നമ്മൾ വൈദ്യുതി ചെല്ലുമ്പം സ്വിച്ച് ഓൺ ആക്കുമ്പോൾ വൈദ്യുതി ചെല്ലും. അതിൻ്റെ ഫലമായിട്ട് യന്ത്രം പ്രവർത്തിക്കും. മോട്ടറിന് വൈദ്യുതി കൊടുക്കുന്നു. വൈദ്യുതി കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ യന്ത്രം പ്രവർത്തിക്കുന്നു. വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു. ഡാഷ് പ്രവാഹമാണ് വൈദ്യുതിയുടേത്. അതായത് ഇലക്ട്രോണിക് പ്രവാഹമാണ് വൈദ്യുതിക്ക് ഉള്ളത്. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി. സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പ്. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡെ. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡെ. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെ. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെ. ഡൈനാമോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡെ. ഡൈനാമോ കണ്ടുപിടിച്ചതും മൈക്കൽ ഫാരഡെ. വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്ന ഉപകരണം ലൗഡ് സ്പീക്കർ. വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്ന ഊർജ പ്രവർത്തന മാറ്റം നടക്കുന്നത് ലൗഡ് സ്പീക്കറിലാണ്. ലൗഡ് സ്പീക്കറിൽ വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്നു. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തനം മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരു ട്രാൻസ്ഫോമറിൽ നടക്കുന്ന പ്രവർത്തനം മ്യൂച്വൽ ഇൻഡക്ഷൻ. വൈദ്യുത കാന്തിക പ്രേരണ തത്വമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം ട്രാൻസ്ഫോമർ. വൈദ്യുത കാന്തിക പ്രേരണ തത്വമനുസരിച്ചാണ് ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത്. ശബ്ദ തരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങളായി മാറ്റുന്ന ഉപകരണം ഏത്? മൈക്രോഫോൺ. മൈക്രോഫോണിൽ നടക്കുന്നത് ശബ്ദ തരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റുന്നു. മൈക്രോഫോണിലെ ഊർജമാറ്റം ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. മൈക്രോഫോണിലെ ഊർജമാറ്റം ശബ്ദോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ചോദ്യം രണ്ടും സെയിം ആണ്. അത് രണ്ട് വ്യത്യസ്തമായ എക്സാമുകളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. ശബ്ദത്തെ വൈദ്യുത വ്യതിയാനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം മൈക്രോഫോൺ. ശബ്ദത്തെ വൈദ്യുത വ്യതിയാനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം മൈക്രോഫോൺ. ഈ വായിച്ച 3 ചോദ്യങ്ങളും ഏകദേശം ഒരേ ഉത്തരങ്ങളാണ് വരുന്നത്. ശബ്ദ തരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റുന്നത് മൈക്രോഫോണിലാണ്. മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ശബ്ദത്തെ വൈദ്യുത വ്യതിയാനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? 3 PSC എക്സാമുകളിൽ 3 വർഷങ്ങളിലായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. ഉത്തരം മൈക്രോഫോൺ. ശബ്ദ തരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റുന്നത് മൈക്രോഫോൺ. ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം. ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം എന്തെല്ലാമാണ്? കൂടിയ വോൾട്ടേജ് കുറഞ്ഞ വോൾട്ടേജ് ആക്കുന്നു. കുറഞ്ഞ വോൾട്ടേജ് കൂടിയ വോൾട്ടേജ് ആക്കി മാറ്റുന്നു.
AC വൈദ്യുതിയിൽ വോൾട്ടേജ് വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ കുറവിന് ഉപയോഗിക്കുന്ന ഉപകരണം ട്രാൻസ്ഫോമർ. AC വൈദ്യുതിയിൽ വോൾട്ടേജ് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്ന ഉപകരണം ട്രാൻസ്ഫോമർ. വൈദ്യുതിയുടെ വോൾട്ടേജ് വ്യതിയാനം വരുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം കമ്മ്യൂട്ടേഷൻ. വൈദ്യുതിയുടെ വോൾട്ടേജ് വ്യതിയാനം വരുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം കമ്മ്യൂട്ടേഷൻ. ഒരു ചാലകത്തിലെ ചുരുളിലോ ബാക്കി EMF പ്രതിരോധമാക്കുന്ന പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EAF പ്രതിരോധമാക്കുന്ന പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ടങ്സ്റ്റൻ. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ടങ്സ്റ്റൻ. വൈദ്യുത ബൾബിന്റെ പിതാവ് ആര്? തോമസ് ആൽവ എഡിസൺ. വൈദ്യുത ബൾബിന്റെ പിതാവ് തോമസ് ആൽവ എഡിസൺ. വൈദ്യുതിയെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം വെള്ളി, സിൽവർ ആണ്. എന്നാൽ ആ താപത്തെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം ഏത്? വെള്ളി. സ്റ്റോർ ഇഷ്യൂർ 2016 റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ചോദ്യമാണ്. വൈദ്യുതിയെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം വെള്ളിയാണ്. അടുത്തത്, വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് നിർമ്മിക്കുന്ന ലോഹം ടങ്സ്റ്റൻ. വൈദ്യുത ബൾബുകളിൽ ഫിലമെന്റ് നിർമ്മിക്കുന്ന ലോഹം ടങ്സ്റ്റൻ. ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കുന്ന പദാർത്ഥം ടങ്സ്റ്റൻ. രണ്ടും സെയിം ആണ്. ചോദ്യങ്ങൾ ഇച്ചിരി മാറിയിട്ടേ ഉള്ളൂ. 2 വർഷങ്ങളായിട്ട് 2009 2016 ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ചോദ്യമാണ്. ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കുന്നതും വൈദ്യുത ബൾബിലെ ഫിലമെന്റ് നിർമ്മിക്കുന്നതും ഏതാണെന്ന്. ടങ്സ്റ്റൻ ആണ് വൈദ്യുത ബൾബുകളിൽ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ടങ്സ്റ്റൻ. ഇലക്ട്രിക് ബൾബ് പൊട്ടുമ്പോൾ ശബ്ദം കേൾക്കുന്നത് എന്തുകൊണ്ട്? ബൾബിനകത്ത് വാതകമർദ്ദം ഇല്ലാത്തതിനാലാണ്. ബൾബ് പൊട്ടുമ്പോൾ ശബ്ദം കേൾക്കുന്നത് ബൾബിനകത്ത് വാതകമർദ്ദം ഇല്ലാത്തതിനാലാണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോം. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോം. വളരെ കുറഞ്ഞ ഊർജം ആവശ്യമുള്ള ബൾബുകളാണ് LED ബൾബുകൾ. ഒരു നിയോൺ വേപ്പർ ലാമ്പ് പുറത്തുവിടുന്ന പ്രകാശത്തിന്റെ നിറം ഓറഞ്ച്. ഒരു നിയോൺ വേപ്പർ ലാമ്പ് പുറത്തുവിടുന്ന പ്രകാശത്തിന്റെ നിറം ഓറഞ്ച്. ഒരു ഫിലമെന്റ് ലാമ്പിൽ നടക്കുന്ന ഊർജമാറ്റം വൈദ്യുതോർജത്തെ പ്രകാശോർജമാക്കി മാറ്റുന്നു, വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്നു. ഈ 2 പ്രവർത്തനവും ഒരു ഫിലമെന്റ് ലാമ്പിൽ നടക്കുന്നു. വൈദ്യുതോർജത്തെ പ്രകാശോർജമാക്കി മാറ്റുന്നു, വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്നത് നടക്കുന്നത് ഫിലമെന്റ് ലാമ്പിലാണ്. ഒരു സർക്യൂട്ടിലെ പ്രതിരോധം മാറ്റാൻ കഴിവുള്ള ഉപകരണം റിയോസ്റ്റാറ്റ്. റിയോസ്റ്റാറ്റ്. ഒരു സർക്യൂട്ടിലെ പ്രതിരോധം മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ്. റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ് ഓം മീറ്റർ. വൈദ്യുത ബൾബിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡാഷ് ആണ്, വാട്ട്. വൈദ്യുത ബൾബിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് വാട്ട് ആണ്. യന്ത്രങ്ങളുടെ പവർ അളക്കുന്ന യൂണിറ്റിന്റെ പേര് കുതിരശക്തി. ഒരു യന്ത്രത്തിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് കുതിരശക്തി. ഗാർഹിക വൈദ്യുത ഉപയോഗം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് കിലോ വാട്ട് അവർ. ഗാർഹിക വൈദ്യുത ഉപയോഗം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് കിലോ വാട്ട് അവർ. ഡൈനാമോയിൽ വൈദ്യുതോർജം ലഭ്യമാക്കുന്നത് ഏത് ഊർജത്തിൽ നിന്നാണ്? യാന്ത്രികോർജം. ഡൈനാമോയിൽ വൈദ്യുതോർജം ലഭിക്കുന്നത് ഏത് ഊർജത്തിൽ നിന്നാണ്? യാന്ത്രികോർജത്തിൽ നിന്നാണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഡൈനാമോയിൽ നടക്കുന്നത് യാന്ത്രികോർജം വൈദ്യുതോർജമാക്കി മാറുന്ന ഊർജ പരിവർത്തനമാണ്. കാന്തിക ബലത്തെ വൈദ്യുതോർജമായി മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഡൈനാമോ.
കാന്തിക ബലത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് ഡൈനാമോ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? 50 ഹെർട്സ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി 50 ഹെർട്സ്. നമ്മുടെ വീട്ടിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? അതും 50 ഹെർട്സ് ആണ്. നമ്മുടെ വീട്ടിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി 50 ഹെർട്സ് ആണ്. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റികളുടെ അളവ് ഏത്? 230 വാൾട്ട്. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ അളവ് 230 വാൾട്ട്. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഏകദേശം വോൾട്ടേജ് 230 മുതൽ 250 വരെ വോൾട്ടേജ് ആണ് ഉപയോഗിക്കുന്നത്. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഏകദേശം വോൾട്ടേജ് 230 മുതൽ 250 വരെയുള്ള വോൾട്ടേജ് ഉപയോഗിക്കുന്നു. ഇതിലേത് വസ്തുവാണ് വേഗത്തിൽ വൈദ്യുതി കടത്തിവിടുന്നത്? ഏറ്റവും വേഗത്തിൽ വൈദ്യുതി കടത്തിവിടുന്ന വസ്തു ലോഹങ്ങളിൽ കൂടിയാണ്. വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ. വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം തെർമോമീറ്റർ. വൈദ്യുത ചാർജ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് കൂളോം. വൈദ്യുത ചാർജ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് കൂളോം. തെർമോമീറ്റർ ഉപയോഗിച്ച് ഊഷ്മാവ് അളക്കാം. അതുപോലെ അനിമോമീറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? വൈദ്യുതി പ്രവാഹം അളക്കാൻ സാധിക്കുന്നു. തെർമോമീറ്റർ ഉപയോഗിച്ച് ഊഷ്മാവ് അളക്കുന്നു. അമിനോമീറ്റർ ഉപയോഗിച്ച് വൈദ്യുത പ്രവാഹം അളക്കുന്നു. ലാഭപ്രഭ ഏതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? വൈദ്യുതി. ലാഭപ്രഭ എന്ന് പറയുന്ന പദ്ധതി വൈദ്യുതിയുമായി ബന്ധപ്പെട്ടതാണ്. ഹോഴ്സ് പവറിന് തുല്യമായത് 746 വാൾട്ട്. ഹോഴ്സ് പവറിന് തുല്യമായത് 746 വാൾട്ട്. 746 വാൾട്ട്. ഇലക്ട്രിക് ബൾബിലെ വായു നീക്കം ചെയ്യുന്നതെന്തുകൊണ്ട്? ഇലക്ട്രിക് ബൾബിലെ വായു നീക്കം ചെയ്യുന്നത് ബൾബിലെ ഫിലമെന്റ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തി ഓക്സൈഡ് ആവാതിരിക്കുന്നതിന് വേണ്ടി. ബൾബിലെ ഫിലമെന്റ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തി ഓക്സൈഡ് ആവാതിരിക്കുന്നതിന് വേണ്ടി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യുത് പ്രതിരോധം കുറഞ്ഞ ലോഹം. വിദ്യുത് പ്രതിരോധം കുറഞ്ഞ ലോഹം വെള്ളി. വിദ്യുത് പ്രതിരോധം കുറഞ്ഞ ലോഹം വെള്ളി. ചെമ്പ്, അലൂമിനിയം, ടങ്സ്റ്റൻ എന്നീ 3 ലോഹങ്ങളെ അപേക്ഷിച്ച് വിദ്യുത് ശക്തി പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം വെള്ളി. ഒരു വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. LDC ബിവറേജ് 2016 റിപ്പീറ്റഡ് ചോദ്യമാണ്. ഒരു ചാലകത്തിൻ്റെ നീളം കൂടുന്തോറും അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ത് സംഭവിക്കുന്നു? മാറ്റമില്ല. ഒരു ചാലകത്തിൻ്റെ നീളം കൂടുന്തോറും അതിൻ്റെ റെസിസ്റ്റിവിറ്റിയിൽ മാറ്റമില്ല. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ് ആണവനിലയം. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സുകളാണ് ആണവനിലയ ഊർജ സ്രോതസ്സുകൾ. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഡാഷ് ആണ്. പച്ചിരുമ്പ്. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് വർഷങ്ങളായിട്ട് PSC റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാ ചോദ്യോത്തരങ്ങളും കേട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫോളോയും ചെയ്യണം. താങ്ക്